കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച തീരുമാനം ഞെട്ടിക്കുന്നത് എന്ന് വിസ്മയുടെ കുടുംബത്തിന്റെ പ്രതികരണം. നീതിക്ക് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടുമെന്ന് വിസ്മയുടെ സഹോദരൻ വിജിത്ത് പറഞ്ഞു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, ഈ വാർത്ത വന്നപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആകെ വേദനിച്ച, കേരളമാകെ വേദനിച്ച, ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരു ദുരന്തം നേരിടേണ്ടി വരരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അതിൽ 10 വർഷത്തെ ശിക്ഷയാണ് നിലവിൽ നിൽക്കുന്നത്. ഹൈക്കോടതിയിലെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട്. അതിന്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്ന സ്വാഭാവിക നടപടിയാണ്. എന്നിരുന്നാലും വീട്ടുകാർക്കത് പൊറുക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായും ഈ സംഭവം ഉണ്ടായ ശേഷം ഞാൻ വിസ്മയുടെ അച്ഛൻ വിക്രമൻ നായരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ഫോൺ ലഭിച്ചില്ല. പിന്നീടാണ് സഹോദരൻ വിജിത്തുമായി സംസാരിച്ചത്. അതിവൈകാരികമായിട്ടാണ് അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ കോടതിയിലെങ്കിലും തൻ്റെ സഹോദരിക്ക് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇപ്പോഴത്തെ ഒരു തീരുമാനം അത് ഞെട്ടിക്കുന്നതാണ്. കാര്യം ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കരുതിയിരുന്നില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അടക്കം ജില്ലാ കോടതിയുടെ വിധിയെ അംഗീകരിച്ചതാണ്, അത് ശരിവെച്ചതാണ്. അതിനുശേഷം ഈ ഡിവിഷൻ ബെഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് കിരൺകുമാർ അപ്പീലുമായി പോയിരിക്കുകയാണ്. ആ അപ്പീലിൽ വിധി വരുന്നതും വരെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ജില്ലാ കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻരാജുമായി സംസാരിക്കാൻ ഈ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ കൊല്ലത്തെത്തി അഡ്വക്കേറ്റ് മോഹൻരാജുമായി കുടുംബം സംസാരിക്കും. അപ്പോൾ തന്നെ നേരത്തെ ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരെ നേരത്തെ കുടുംബം കണ്ടിരുന്നു. എന്തുതന്നെയായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കിരൺകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. തൻ്റെ സഹോദരിക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ള ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാര്യം 23ാമത്തെ വയസ്സിലാണ് തൻ്റെ സഹോദരി മരിച്ചത്. ഒപ്പം തന്നെ കല്യാണം കഴിഞ്ഞ് 13ാമത്തെ മാസം ആ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി. അത് ഭർത്തൃപീഡനം മൂലമുള്ള ഒരു ആത്മഹത്യയായിരുന്നു എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആരോപണം. ആ ആരോപണം ജില്ലാ കോടതി ശരിവെച്ചു, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ചു. ഇനി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ വിഷയമുള്ളത്. ആ സമയത്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. തന്നെയായാലും നിയമപരമായി നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോയി തൻ്റെ സഹോദരിക്ക് നീതി ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് സഹോദരന്റെ പ്രതികരണം. ശരി കണ്ണൻ, ഇപ്പോൾ വിസ്മയുടെ സഹോദരൻ വിജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജിത്ത്, ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിരുന്നാൽ പോലും മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത നഷ്ടമാണ് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഉണ്ടായത് എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അതിനെ കാണുന്നത്. ഇതൊരിപ്പോൾ ഒരു സ്വാഭാവിക നടപടി, സാങ്കേതികമായൊരു തീരുമാനം എന്ന നിലയ്ക്ക് കണ്ട് സമാശ്വസിക്കുക എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. നീതി കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നില്ലേ കുടുംബവും? തീർച്ചയായിട്ടും മാം, ഒരുപാട് ഷോക്കായിട്ടാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് തന്നെ. കാരണം നിയമത്തിന്റെ എല്ലാ രീതിയിലും കുറ്റക്കാരിൽ നിന്ന് കോടതി തെളിവിന്റെയും എല്ലാ ഡിജിറ്റൽ എവിഡൻസിന്റെയും തെളിവിന്റെയും സാക്ഷിമൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷ വിധിച്ച ഒരു പ്രതി അപ്പീൽ കോടതി തീർച്ചയായിട്ടും അവൻ്റെ പുള്ളിയുടെ അവകാശമാണ്. അപ്പീൽ കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി ഇതേപോലെ ഒരു ജാമ്യം കൊടുക്കുന്ന ഒരു വിധി എന്ന് വെച്ചാൽ അത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു വിധിയായി പോയി. അപൂർവത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും അവസാന ശ്വാസം വരെയും പോരാടും. വളരെ അധികം ദുഃഖത്തോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉടൻ തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഇതിലൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്, അല്ലേ? അതെ മാം, അതെ മാം. ഞങ്ങളുടെ പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ ഭാഗത്തും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാ രേഖകളും എല്ലാം ഞങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകനായാലും ഞങ്ങളുടെ അഭിഭാഷകനായാലും എല്ലാവരും കുറ്റമറ്റ രീതിയിൽ എല്ലാം നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ ഡോക്യുമെന്റ്സും അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ജാമ്യത്തിൽ വിടുക എന്നൊരു ഇത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. അതാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് പേര് ഈ ഒരു കേസ് കാരണം ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു വേദന ഉണ്ടാക്കുന്നത് ഒരു അതിശയിപ്പിക്കുന്ന ഒരു വിധിയായി പോയി മാം ഇത്. ശരി വിജിത്ത്, അത് മനസ്സിലാകുന്നതാണ് കുടുംബം എത്രത്തോളം വൈകാരികമായാണ് ആ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത്.